ഹായ് എവരിവൺ, ഇന്ന് ഞാനൊരു 16 പാനൽ അനാർക്കലിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. 3 മീറ്റർ അജ്രക് ഫാബ്രിക് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന് 44 ഇഞ്ചസ് ആണ് വിഡ്ത്ത് വരുന്നത്. ഡബിൾ എക്സൽ സൈസ് വരെ ഉള്ളവർക്ക് 3 മീറ്റർ മെറ്റീരിയൽ മതിയാവും. അതിന് മുകളിലേക്കാണെങ്കിൽ 3.5 മീറ്റർ ഫാബ്രിക് ആവശ്യമായിട്ട് വരും. പിന്നെ മെറ്റീരിയൽ എടുക്കുമ്പോൾ ഇതുപോലെ താഴോട്ടേക്കും മുകളിലേക്കും പ്രിന്റ് വരുന്ന മെറ്റീരിയൽ എടുക്കുക, അല്ലെങ്കിൽ ഫുള്ളായിട്ട് എന്തെങ്കിലും ഡിസൈൻ വരുന്ന മെറ്റീരിയൽ എടുക്കുക. അല്ലാതെ ഒരേ ഡിറക്ഷനിലേക്ക് മാത്രം പ്രിന്റ് വരുന്ന മെറ്റീരിയൽ എടുക്കരുത്. മെറ്റീരിയൽ ഞാൻ വിഡ്ത്ത് വൈസ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് ഉള്ളത്. ഇനി ഇത് ഒന്നുകൂടി ഫോൾഡ് ചെയ്യാം. ബോഡി പാർട്ടും സ്ലീവും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ മെറ്റീരിയൽ ഫോൾഡ് ചെയ്തിട്ടുള്ളത്. സൈഡിലുള്ള ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്തു നിന്നാണ് സ്ലീവ് കട്ട് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ സ്ലീവിന്റെ സെന്ററിൽ ജോയിനിങ് വരും. അത് പ്രോബ്ലം ഇല്ലാത്തവർക്ക് അങ്ങനെ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ സാധാരണ പോലെ മെറ്റീരിയൽ ഫോൾഡ് ചെയ്തിട്ടും സ്ലീവ് കട്ട് ചെയ്യാം. ഞാൻ മെറ്റീരിയലിന്റെ വേസ്റ്റേജ് മാക്സിമം കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സൈഡിൽ നിന്ന് കട്ട് ചെയ്യുന്നത്. കാരണം ഇതിൽ നിന്ന് ബാക്കി വരുന്ന മെറ്റീരിയൽ വെച്ചിട്ട് എനിക്കൊരു നെക്ക് ഡിസൈൻ ചെയ്യേണ്ടതുണ്ട്. എനിക്ക് ബോഡി പാർട്ടിന് തയ്യൽ തുമ്പൂടി കൂട്ടിയിട്ട് 15 ഇഞ്ചാണ് ലെങ്ത് വേണ്ടത്. പക്ഷെ സ്ലീവ് കൂടി ഞാൻ കട്ട് ചെയ്യുന്നതുകൊണ്ട് സ്ലീവിന്റെ ലെങ്ത് 18 ഇഞ്ചാണ്. അതുകൊണ്ട് 18 ഇഞ്ചിലാണ് ഞാൻ മെറ്റീരിയൽ ഫോൾഡ് ചെയ്തിട്ടുള്ളത്. ഫോൾഡ് വരുന്ന ഭാഗത്ത് അളവുകൾ മാർക്ക് ചെയ്യാം. ഷോൾഡറും ആം ഹോളും 7 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ജസ്റ്റ് 10.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. ആം ഹോൾ കർവ് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആം ഹോൾ ഷേപ്പ് ചെയ്ത് വച്ചിട്ടുണ്ട്. വേസ്റ്റ് ലെങ്ത് 14 ഇഞ്ചാണ് വേണ്ടത്. അതിന്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ട് 15 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മാർക്കിങ്ങിൽ സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി ഇവിടെ വേസ്റ്റിന്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. 9.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ രണ്ട് പോയിന്റുകൾ ജോയിൻ ചെയ്യാം. വേസ്റ്റിന്റെ ഇവിടെ 1 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ചെരിച്ചിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്രണ്ട് ആം ഹോൾ 1/2 ഇഞ്ചിൽ കുഴിച്ച് മാർക്ക് ചെയ്തതിനു ശേഷം കട്ട് ചെയ്ത് മാറ്റാം. ബോഡി പാർട്ട് കട്ട് ചെയ്തു. ഇനി ഷോൾഡർ സെപ്പറേറ്റ് ആക്കി മാറ്റിയതിനു ശേഷം ബാക്ക് നെക്ക് കട്ട് ചെയ്യാം. ഫ്രണ്ട് പാർട്ടിൽ ആം ഹോൾ മാത്രമാണ് കട്ട് ചെയ്യുന്നത്. നെക്ക് ഞാൻ ക്യാൻവാസിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നെക്ക് ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല. 3 ഇഞ്ച് വിഡ്ത്തിലും 4.5 ഇഞ്ച് ലെങ്ത്തിലും ബാക്ക് നെക്ക് കട്ട് ചെയ്യാം. ബോഡി പാർട്ട് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള മെറ്റീരിയലാണിത്. ഇതിലാണ് സ്ലീവ് കട്ട് ചെയ്യുന്നത്. മുകൾ ഭാഗത്ത് സ്ലീവ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് സ്ലീവിന്റെ മാർക്കിംഗ് ചെയ്യേണ്ടത്. ആം ഹോളിനോട് 2.5 ഇഞ്ച് കൂട്ടിയതാണ് സ്ലീവിന്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യേണ്ടത്. അങ്ങനെ ഞാൻ 7 ഇഞ്ചിനോട് 2.5 ഇഞ്ച് കൂട്ടിയിട്ട് 10 ഇഞ്ചിലാണ് സ്ലീവ് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത്. ഇനി ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ക്യാപ്പ് ഹൈറ്റ് ആയിട്ട് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. മുകൾ ഭാഗത്ത് ഇവിടെ 3 ഇഞ്ചിൽ മാർക്ക് ചെയ്തതിനു ശേഷം സ്ലീവിന്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. സ്ലീവ് ലെങ്ത് 18 ഇഞ്ചാണ്. അത് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടാണ് മെറ്റീരിയൽ കട്ട് ചെയ്തിട്ടുള്ളത്. സ്ലീവ് ഓപ്പണിംഗ് മാർക്ക് ചെയ്തതിനു ശേഷം ഈ രണ്ട് പോയിന്റുകൾ ജോയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് സ്ലീവ് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ സ്ലീവിന്റെ ഫ്രണ്ട് പാർട്ട് മാത്രം പിടിച്ചിട്ട് 1/2 ഇഞ്ചിൽ കുഴിച്ചു വെട്ടി കൊടുക്കാം. സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് മെറ്റീരിയൽ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ഫുൾ ലെങ്ത് വേണ്ടത് അതിൽ നിന്ന് യോക്കിന്റെ ലെങ്ത് -8 ആണ് സ്കേർട്ട് പാർട്ടിന്റെ ലെങ്ത് മാർക്ക് ചെയ്യേണ്ടത്. എനിക്ക് 46 ഇഞ്ചസ് ആണ് ഫുൾ ലെങ്ത് വേണ്ടത്. അതിൽ നിന്നും യോക്കിന്റെ 14 ഇഞ്ചസ് മൈനസ് ചെയ്തതിനു ശേഷം 32 ഇഞ്ചാണ് ഞാൻ ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് വേണേൽ 1 ഇഞ്ചോ 2 ഇഞ്ചോ ആഡ് ചെയ്യാം. കാരണം ലാസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ താവ് ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്യേണ്ടി വരും. ആ സമയത്ത് ലെങ്ത് കുറഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ലെങ്ത് കൂട്ടിയിട്ട് കട്ട് ചെയ്യാൻ പറയുന്നത്. ഈ മെറ്റീരിയലിന്റെ മുകൾ ഭാഗത്ത് ഫോൾഡിംഗ് ആയിരിക്കും ഉണ്ടാവുക. അത് ഞാൻ ഓപ്പൺ ചെയ്ത് കൊടുക്കാണ്. ഇപ്പൊ ഈ മെറ്റീരിയൽ 4 ഫോൾഡിലാണ് ഉള്ളത്. ഇനി നമുക്ക് ഒന്നുകൂടി ഇതിനെ മടക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് 8 ഫോൾഡിൽ കിട്ടും. സിക്സ്റ്റീൻ പാനൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനി ഒന്നുകൂടി മടക്കി കൊടുക്കാം. അപ്പോൾ 16 ഫോൾഡിൽ കിട്ടും.
ഇനി ബോഡി പാർട്ടിൽ വേസ്റ്റിന്റെ മെഷർമെന്റ് എടുക്കാം. നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്യുന്ന സമയത്ത് തയ്യൽ തുമ്പടക്കം 11 ഇഞ്ചസ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് നിവർത്തി നോക്കിയപ്പോൾ 22 ഇഞ്ചസ് കിട്ടിയിട്ടുണ്ട്. ഈ കാൽക്കുലേഷൻ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. നമ്മൾ ഒരു സൈഡില് 11 ആയിരുന്നു, അതിന് രണ്ട് സൈഡിലും കൂടി കൂട്ടിയപ്പോൾ 22 ഇഞ്ചസ് കിട്ടി. അപ്പോൾ ഫ്രണ്ടിലാണ് 22 ഇഞ്ചസ് കിട്ടിയത്, ബാക്ക് കൂടി കൂട്ടിയാൽ 22ന്റെ ഡബിൾ ആണ് കിട്ടുന്നത്, അതായത് 44 ഇഞ്ചസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ 16 പാനിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, അതുകൊണ്ട് ഈ 44നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 2.75 കിട്ടിയിട്ടുണ്ട്. അതിന്റെ കൂടെ നമുക്ക് സൈഡുകൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 3.75 കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഫോൾഡ് ചെയ്ത വശത്താണ് മാർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്തു. അങ്ങനെ 1.8 കിട്ടിയിട്ടുണ്ട്. അതിനെ നമുക്ക് 2 ആയിട്ട് എടുക്കാം. ഇനിയിപ്പോ കാൽക്കുലേഷൻ മനസ്സിലായാലേ ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം. സ്മോൾ സൈസ് ആണെങ്കിൽ 1.5 ആണ് മാർക്ക് ചെയ്യേണ്ടത്. മീഡിയം ഓർ ലാർജ് സൈസ് ആണെങ്കിൽ 1.75 മാർക്ക് ചെയ്യണം. എക്സൽ ഡബിൾ എക്സൽ സൈസിന് 2 ആണ് മാർക്ക് ചെയ്യേണ്ടത്. ഇനി 2 ഇഞ്ചസ് രണ്ട് സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ രണ്ട് മാർക്കിംഗ് ജോയിൻ ചെയ്തതിനു ശേഷം കട്ട് ചെയ്ത് മാറ്റാം. നല്ല കട്ടിയിൽ ഫോൾഡ് ചെയ്തുകൊണ്ട് ഒന്നിച്ച് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഫസ്റ്റ് കുറച്ച് കട്ട് ചെയ്തിട്ട് പിന്നെ വീണ്ടും കട്ട് ചെയ്താൽ മതി. ഇത് നിവർത്തിയാല് 16 പീസുകളാണ് ഉണ്ടാവുക. അതില് 2 പീസ് സെന്ററിൽ കട്ടായിട്ടാണ് ഉണ്ടാവുക. അത് നമ്മൾ ജോയിൻ ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. വിട്ട് കുറഞ്ഞ വശങ്ങളാണ് വേസ്റ്റിന്റെ ഭാഗത്ത് വരുന്നത്. ഫ്രണ്ടില് 8 പീസുകളും ബാക്കില് 8 പീസുകളും സെപ്പറേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ ഓരോ പീസുകളും നല്ല വശത്തോട് നല്ല വശം ചേർത്ത് വെച്ചിട്ട് മുകളിൽ നിന്ന് താഴോട്ടേക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ ഫ്രണ്ടിലെ 8 പീസുകൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വേസ്റ്റിന്റെ ഭാഗം അളന്ന് നോക്കാണ്. അപ്പോൾ കറക്റ്റ് 22 ഇഞ്ചസ് തന്നെ കിട്ടുന്നുണ്ട്. ഇതേപോലെ തന്നെ ബാക്ക് പാർട്ടും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. സെന്ററിൽ കട്ടിങ് വരുന്ന പീസുകൾ ബാക്കിന്റെ രണ്ട് സൈഡിലായിട്ടാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതിന്റെയും വേസ്റ്റ് അളന്ന് നോക്കാം. അപ്പോൾ അതും കറക്റ്റ് 22 ഇഞ്ചസ് തന്നെയാണ് കിട്ടുന്നത്. ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ താവ് ഒരേ ലെവലിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. 3 മീറ്റർ മെറ്റീരിയലിന് ബാക്കി വന്ന പീസാണിത്. ഇതിന്റെ ലെങ്ത് 13 ഇഞ്ചസ് ആണ്. അപ്പൊ നമ്മൾ ഈ ബോഡി പാർട്ടിന്റെ ലെങ്ത് കൂട്ടിയിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കറക്റ്റ് മെഷർമെന്റിന് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്ലീവ് ജോയിനിങ് ഇല്ലാതെ ഈ ഒരു പീസിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് അജ്രക് മെറ്റീരിയൽ ആയതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം കളർ എന്റെ കയ്യിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇതിൽ കളർ കാർഡ് യൂസ് ചെയ്യണം. ഫസ്റ്റ് ഒന്ന് കളർ കാർഡിൽ വാഷ് ചെയ്തതിനു ശേഷം ഡ്രസ്സ് യൂസ് ചെയ്യാണ് നല്ലത്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലൊക്കെ കളർ ആവും. ഒരു തവണ കളർ കാർഡ് യൂസ് ചെയ്താൽ പിന്നെ അതിൽ നിന്ന് കളർ ഇളകില്ല. അപ്പൊ എങ്ങനെയാണ് കളർ കാർഡ് യൂസ് ചെയ്യാന്നുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. ബോഡി പാർട്ടിൽ മാത്രം ഞാൻ ലൈനിങ് കൊടുക്കുന്നുണ്ട്. അപ്പം ബോഡി പാർട്ടിന്റെ മെയിൻ മെറ്റീരിയലിന്റെ അളവിൽ തന്നെ ഞാൻ ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കാണ്. ഇത് ബാക്ക് പീസ് ആണ്. ഇതിന്റെ മെയിൻ പാർട്ടിന് നല്ല വശത്തിന് മുകളിൽ ലൈനിങ് ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നെക്കിന് ചുറ്റും 1/4 ഇഞ്ച് വിട്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ലൈനിങ് ഉള്ളിലേക്ക് മറിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ പുറത്തൂടെ ഇപ്പൊ പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നില്ല, ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷമാണ് നെക്കിന് ചുറ്റും പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഫ്രണ്ട് പീസിന്റെ ഉൾവശത്ത് വെച്ചിട്ട് ലൈനിങ് ഞാൻ ഫുൾ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഫ്രണ്ടിൽ ഞാൻ യോക്ക് വെച്ചിട്ടൊരു നെക്ക് ഡിസൈൻ ചെയ്യുന്നുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. എല്ലാം കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ ഈ വീഡിയോ ലെങ്തി ആയി പോകുന്നത് കൊണ്ടാണ്. ഇതാണ് ഞാൻ ചെയ്തിട്ടുള്ള നെക്ക് ഡിസൈൻ. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ഫ്രണ്ട് പാർട്ടിന് മുകളിൽ ബാക്ക് പാർട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ ലൈനിങ് ഫ്രണ്ടിന്റെ ഷോൾഡർ കവർ ചെയ്തിട്ട് അടിയിലായിട്ട് വെച്ചു കൊടുക്കാം. ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടും ബാക്കും നിവർത്തി വെക്കാം. എന്നിട്ട് ഷോൾഡറും നെക്കും ഇതിലൂടെ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം സാധാരണ പോലെ സ്ലീവ് ജോയിൻ ചെയ്തെടുക്കണം. സ്ലീവ് ജോയിൻ ചെയ്തു. ഇനി സ്ക്വയർ പാർട്ട് ജോയിൻ ചെയ്യാം. നല്ല സൈഡിനോട് നല്ല സൈഡ് ചേർത്ത് വെച്ചിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ഇതേപോലെ ബാക്ക് സൈഡിലെയും
സ്കേർട്ട് പാർട്ട് ജോയിൻ ചെയ്തെടുക്കണം. എന്നിട്ട് സൈഡ് ജോയിൻ ചെയ്തെടുക്കാം. 1.5 ഇഞ്ചായിരുന്നു തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം വേസ്റ്റിന്റെ ഇവിടെ വരെ 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ നിന്ന് താഴോട്ടേക്ക് വിട്ട് കുറച്ചിട്ട് ജോയിൻ ചെയ്യണം. നമ്മൾ നേരത്തെ 2 ഇഞ്ച് കൂട്ടിയിട്ടായിരുന്നു ലെങ്ത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നിങ്ങൾക്ക് ഇപ്പൊ വേണേൽ കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് താവ് മടക്കി സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ 16 പാനൽ അനാർക്കലി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ താവില് ഞാൻ സമൂസ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അജ്രക് അനാർക്കലി ഇപ്പൊ ട്രെൻഡിങ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.